ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. ഞായറാഴ്ചയായിട്ട് ഫുള്ള് റൂമിലാണ്. ഇതാണ് നമ്മുടെ റൂം. അപ്പോൾ 1, 2, 5, 6 കട്ടിലുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ബെഡ്, ഇത് നമ്മുടെ അൽമാറ. അതേപോലെ തന്നെ ഇവിടെ അയ്യൂബ് ഉണ്ടായിരുന്നു. അയ്യൂബ് നാട്ടിൽ പോയിക്കണ്. പിന്നെ നമ്മളെ റൂമിലുള്ള റൂംമേറ്റ്സിനെ പരിചയപ്പെടുത്തിരാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ കുറച്ച് പാകിസ്ഥാനി സുഹൃത്തുക്കളാണ് നമ്മളെ റൂമിലുള്ളത്. അപ്പോൾ നമുക്ക് പരിചയപ്പെടാം. ഇത് നമ്മളെ അദ്നാൻ ഭായി. अदनान भाई पाकिस्तान में किधर है? पंजाब सियालकोट। पंजाब से इधर अदनान भाई के दोस्त है. आपका नाम क्या है? जवाद। जवाद, उसका आपका नेबर है? नेबर। हम भी पाकिस्तान से, पंजाब से। हाँ, पंजाब पंजाब इधर वाला इधर जी। अस्सलाम वालेकुम। सही है। आसाद भाई जी, मेरा नाम मोहम्मद असद है और मैं पंजाबी बोलता हूँ। इंगे वाह नल्लड़ के मुझे तमिली और मलवाड़ी भी आती है। और मैं आप सबसे ये कहना चाहता हूँ कि ये भाई को फॉलो करें और ये बहुत फेमस होना चाहिए रातों रात, और पैसा कमाना चाहिए। पैसा बहुत ज़रूरी है ज़िंदगी में। पैसे के बगैर कुछ नहीं होता, सही है। और काम करना भी बहुत ज़रूरी है। आपका साथ मलवारी मद्रासी काम करते हैं? हाँ, मेरे साथ पूरा मलवाड़ी और तमिलनाडु का आदमी और अफ्रीकास्तान और फिलिपीनी बहुत लोग काम करता है। और मैं आस्ता आस्ता सब कुछ सीख रहा है। आपका नाम क्या है? चल सूखी बच्ची, ये थोड़ा इंटरव्यू दे दे अपना। अभी ये भाई का थोड़ा ले लो बस। मैं भी मलवाड़ी के साथ काम करता हूँ। मेरा बाप भी मलवाड़ी है और मेरा स्टाफ है 25 आदमी मलवाड़ी है, सही है। कर्नाटक का तांबल है, मलवाड़ी है, बस। और मलवाड़ी के पास कितना लोग, कितना आदमी है उधर? 25 पाकिस्तानी, बस मैं अकेला आदमी है, बाकी सारा 25 आदमी है। ബാക്കിയുള്ള 25 ആൾക്കാരും മലയാളികൾ എന്നാ പറഞ്ഞത്. और इधर वो लोग सही है, अच्छा आदमी है, बिल्कुल अच्छा आदमी है। मलबारी अच्छा है, मलबारी अच्छा आदमी है। ओके, अदनान भाई कुछ बोलो। हम भी इधर मलवाड़ी के पास ही काम करता है। हमारा बाग मलवाड़ी है, रूम भी हमारा। हम भी इधर इसी रूम में रहते हैं। ओके, ऐसे അദ്നാൻ ഭായി ഞാനാണ് ഈ റൂമിലുള്ളത്. പിന്നെ നമ്മളെ അദ്നാൻ്റെ ബോസ് ഉണ്ട് സുനീർ ഭായി. അപ്പോൾ സുനീർ ഭായി ഇവിടെ ഇല്ല, ഫാമിലി വന്നിട്ട് പുറത്ത് പോയതാണ്. അപ്പോൾ നമ്മളെ ഗാരേജൊക്കെ ഇവിടെ ഇനി ഇവിടെ താഴത്താണ്. അപ്പോൾ അത് അദ്നാൻ ഭായിൻ്റെ ഗാരേജ്, ഇവിടെ നമ്മളെ അഡ്വൈസ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കഥ. അതേപോലെ നമ്മളെ കിച്ചണിക്ക് വരികയാണെങ്കിൽ ഇത് നമ്മളെ വാഷ് ബേസും കാര്യങ്ങളൊക്കെ. അതേപോലെ ഇവിടെ ചെറിയൊരു ടോയ്ലറ്റ് സെറ്റപ്പ്. പിന്നെ ഇത് അദ്നാൻ ഭായിൻ്റെ സുനീർ ഭായിൻ്റെ ഒക്കെ കിച്ചൺ, हमारा किचन है. അപ്പം അങ്ങനെയൊക്കെയാണ് കഥ. അപ്പോൾ मैं खाना खाया चाहता है. ഓക്കെ, ठीक है. അപ്പോൾ ഇതാണ് നമ്മുടെ റൂമിൻ്റെ വരാന്ത. അപ്പോൾ രാവിലെ ഫുഡ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ രാവിലെ കുക്കിങ്ങിൻ്റെ ടൈമിൽ നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ തുടങ്ങിയതാണ്. പെട്ടെന്ന് മൈക്കിൻ്റെ ചാർജ് ചെയ്യും. അപ്പോൾ അതങ്ങോട്ട് ഫ്ലോപ്പാക്കി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലാറ്റ് ഇല്ല, ഫ്ലാറ്റ് അതന്നെ. അപ്പോൾ കാണുമ്പോൾ ഒരു ഹോസ്പിറ്റൽ ഫീലിംഗ് ഉണ്ടാവും നാട്ടിലുള്ളവർക്ക്, ചിലവർക്കൊക്കെ. അപ്പോൾ ഇത് നമ്മളെ റൂം. അതേപോലെ ഇതാണ് നമ്മളെ റൂമിലുള്ള നമ്മളെ കമ്പനിയിലുള്ള ആളുകളുടെ റൂം. ഈ റൂമിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ മറ്റേ റൂമിലേക്ക് തട്ടിയത്. അപ്പോൾ ആ റൂമിൽ ഞങ്ങൾ 2 ആൾക്കാരുള്ളൂ. ഈ റൂമിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പോൾ റൂമിൻ്റെ കോലം കണ്ടിട്ട് നിങ്ങളൊന്നും പറയരുത്. എല്ലാ പ്രവാസികളുടെ റൂമും ഇങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം ഞായറാഴ്ച മാത്രം ക്ലീനാക്കാൻ ഇറങ്ങുള്ളൂ. പിന്നെ ഇവിടെ തോരടാനൊക്കെ പരിമിതികളൊക്കെ കുറവുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ഉണക്കട്ടിക്കണത്. അപ്പോൾ ഇവിടെ ഞായറാഴ്ച ആയതുകൊണ്ടൊന്നും എല്ലാവരും പൊയ്ക്കണ്. 2 ആശാന്മാർ ഇവിടെ ഉണ്ട്. അത് ഇർഷാദ്, ഗുഡ് മോർണിംഗ്. നീച്ചേ ചോറ് കഴിക്കണ്ടേ? ഗുഡ് ആഫ്റ്റർനൂൺ ആണ്. ഫാസിൽ ബ്രോ ഉറങ്ങിക്കണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ മൂവി കാണണില്ലേ? ഏതാ പടം? പ്രശ്നം കേട്ടാ. പടം ഏതാന്ന് പറഞ്ഞാൽ മറ്റേ സെൻസർ കോപ്പ് ഇത് വരും, പുതിയ റിലീസ് പടം ഇരുന്നിട്ട് കോപ്പി ഇരുന്ന് കാണുകയാണ്. അപ്പോൾ നമ്മളെ ഫുഡൊക്കെ ഇവിടെ റെഡിയാണ്. തക്കാളി കറി ഉണ്ട്, തക്കാളി പൊട്ടാറ്റോ കറിയാണ്. അതുപോലെ ചോറുണ്ട്, ക്യാബേജുണ്ട്, എല്ലതും ഇവിടെ റെഡിയാണ്. അപ്പോൾ റൂമിൻ്റെ സ്ട്രക്ചറൊക്കെ എല്ലതും ഒരേപോലെ ഉണ്ടല്ലായിരുന്നു.
അപ്പോൾ നമുക്ക് ഫുഡ് ഡൈനിങ് ഹാളിലേക്ക് വെച്ചിട്ട് കാണാം. നമ്മൾ ഫുഡ് ഡൈനിങ് ഹാളിലേക്ക് വെക്കുകയാണ്. അപ്പോൾ ഡൈനിങ് ഹാളിൽ അപ്പോൾ ഇതാണ് ഗൈസ് നമ്മൾ ഡൈനിങ് ഹാള്. നമ്മളെ കിച്ചണും റൂമും ബാത്റൂമും ഒക്കെ ഈ ഒരു ഏരിയയിലാണ്. അപ്പോൾ നമ്മളിവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ്. ഓക്കെ, അപ്പം ഇനി ഫുഡ് കഴിച്ച് വന്നിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഫുഡടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ നിങ്ങളെ കിച്ചൺ കാണിച്ചു തരാം. അവിടെ ഇങ്ങനെ ആയിട്ടാണ് നമ്മളെ റൂം. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വന്നിട്ട് ഇവിടെയാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. ദിസ് ഈസ് നമ്മുടെ വിശാലമായ കിച്ചൺ. കിച്ചൺ എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്ക് പേഴ്സണലായിട്ടുള്ള കിച്ചണല്ല, മൊത്തത്തിലൊരു പബ്ലിക് കിച്ചണാണ്. അതായത് 5-6 റൂമിലുള്ള ആളുകൾക്ക്, 5-6 ആരൊക്കെ ഉണ്ടാക്കണം അവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു പബ്ലിക് കിച്ചണാണ്. അവിടെ ഇഷ്ടം പോലെ അടുപ്പും കാര്യങ്ങളുണ്ട്. ജാമ്പവാൻ്റെ കാലത്തുള്ള അടുപ്പ് മുതൽ ടെക്നോളജി അടുപ്പുകൾ വരെ ഉണ്ട്. അപ്പോൾ നമ്മളെ അടുപ്പ് ഇതാണ്, നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിലാണ് വെക്കൽ. പിന്നെ ഇവിടെ ഒരുപാട് ഗ്യാസ് സ്റ്റവും കാര്യങ്ങളുണ്ട്. ഇതൊക്കെ വെറൈറ്റി കളറൊക്കെ അയക്കണ്. ഒരു ഫ്രിഡ്ജുണ്ട്, നമ്മൾ കാക്ക ഫുഡ് ഉണ്ടാക്കാൻ വരികയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ തുറന്നാൽ ആ കാണുന്നതാണ് നമ്മളെ ഓഫീസ്. അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് നമ്മളെ ഓഫീസുള്ളത്. അതേപോലെ ആ ഭാഗത്ത് ഗ്യാരേജും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് കണ്ട് പോകാം. എന്താണ് സ്പെഷ്യൽ? എന്താണ് രാവിലത്തെ കറിയല്ലേ ചൂടാക്കുക? അങ്ങനെയൊക്കെ തന്നെ. ഒറ്റക്കറിയും 4 നേരം കൂട്ടാനുള്ളത് നമ്മൾ ഒറ്റക്കറിയാക്കി ഉണ്ടാക്കും. നമുക്കിങ്ങനെ പുറത്തേക്ക് പോയി വെക്കാം. സോ അത് കാണുമ്പോൾ എനിക്കിവിടെ ഇങ്ങനെ എപ്പോഴും അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുമ്പോൾ നമ്മളെ നാട്ടിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിലോ വരാന്തയിലേക്ക് കൂടെയൊക്കെ പോണ ഒരു ഫീലിംഗാണ് തോന്നുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു സ്റ്റെയർകേസ് ഉണ്ട്. നമ്മുടെ കിച്ചണിൻ്റെ വേസ്റ്റും റൂമത്തെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നിടും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. അപ്പോൾ ഈ സ്റ്റെയർകേസ് ഇങ്ങനെ ഇറങ്ങിപ്പോയാൽ നമുക്ക് താഴത്തെ നിലയിലെത്താം. നമുക്ക് ഈ മൈക്ക് മാറണം, ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. സോ ഇതിങ്ങനെ ഇവിടെ ഹാങ് ചെയ്ത് പോകുമ്പോൾ ഒരു ബോറായി തോന്നുന്നുണ്ട്. അതേപോലെ ഇപ്പോൾ മറ്റേ മാഗ്നറ്റുള്ളൊരു മൈക്ക് ഇൻഷാല്ലാ നമുക്ക് വാങ്ങണം. എന്നിട്ട് മൊത്തത്തിലങ്ങ് സെറ്റപ്പാക്കി എടുക്കണം. അപ്പോൾ ഇതാണ് ഔട്ട് സൈഡ്. അപ്പോൾ നമ്മളെ റൂമിൽ നിന്ന് ഇറങ്ങാൻ, പുറത്തേക്ക് ഇറങ്ങാൻ ഒരുപാട് വഴികളുണ്ട് 4 ഭാഗത്തും. ഇവിടെ ഉള്ള തക്കാളിയും ഇതൊക്കെ നട്ടിട്ടുണ്ട്. ഇതേതോ ബംഗാളികളോ പാകിസ്ഥാനികളോ ആരോ നട്ടതാണ്. ഇവിടേക്ക് തന്നെ നമ്മളെ ഡ്രസ്സൊക്കെ ഉണക്കാനിടുന്ന സ്ഥലം. അതുപോലെ നമ്മളെ ഇതിൻ്റെ മുകളിലത്തെ നിലയിലേക്ക് പോകാൻ ഈ സ്റ്റെയർ കേസ് പോയാൽ നമുക്ക് ടെറസിൻ്റെ മുകളിലെത്താം. അപ്പോൾ ടെറസിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ എക്സസൈസൊക്കെ ചെയ്യാനായിട്ട് ടെറസിൻ്റെ മുകളിലൊക്കെ പോക്കും. ഇവിടെ ജിമ്മും കാര്യങ്ങളൊന്നും, ജിമ്മൊക്കെ ഇവിടുന്ന് കുറച്ച് ദൂരം പോവാണ്ട്, അതുകൊണ്ട് നമ്മൾ ജിമ്മും കാര്യങ്ങൾക്കൊന്നും പോകലില്ല. അപ്പോൾ നമ്മളൊക്കെ ഇവിടെയൊക്കെയാണ് ഉണക്കാനൊക്കെ ഇടൽ. അതേപോലെ ഇവിടെ കുറേ കൃഷിയും കാര്യങ്ങളുണ്ട്. ഇവിടെയൊക്കെ കുറേ തക്കാളി, പയർ, അങ്ങനെ പലതും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇത് നമ്മളെ ഓഫീസിൻ്റെ മൊത്തത്തിലുള്ള ടോയ്ലറ്റ്, അതായത് ഇവിടെയുള്ള ഗ്യാരേജുകളും ഇതിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ യൂസ് ചെയ്യുന്ന ടോയ്ലറ്റാണത്. അതുപോലെ ഇത് നമ്മുടെ റഷീദ് ഖാൻ്റെ റൂം. റഷീദ് ഖാനെ രാവിലെയൊക്കെ ഷൂട്ട് ചെയ്തായിരുന്നു, പക്ഷേ മൈക്ക് ഓഫായി പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ അത് നമ്മളുടെ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു സ്റ്റെയർ കേസാണ്. അതിലൂടെ നമുക്ക് റൂമിൽ നിന്ന് ഇറങ്ങി വരാം. പിന്നെ ഇവിടെ ഇങ്ങനെ വരുമ്പോൾ ഇവിടെയൊക്കെ പല പല സംഭവങ്ങളുണ്ട്. ഇതൊക്കെ പ്രസ് മെഷീനും മെഷീനുകളൊക്കെ റെഡിയാക്കുന്ന എന്തോ സർവീസ് സെൻ്ററാണ്. അതേപോലെ ഇത് ജനറേറ്റർ, മോട്ടർ, വെൽഡിങ് മെഷീന്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നേരാക്കുന്ന ഒരു ഷോപ്പാണ്. ഇതാണ് ഞാൻ വർക്ക് ചെയ്യുന്ന നമ്മളെ ഓഫീസ്. ഇത് നമ്മളെ പിക്കപ്പ്. അവിടെ നമ്മളെ വണ്ടിയുണ്ട്, നമ്മളെ കാറുണ്ട്. ആ കാണുന്നതാണ് നമ്മുടെ കിച്ചൺ. അവിടെ നിന്നാണ് നമ്മൾ നേരത്തെ ഇങ്ങോട്ട് കാണിച്ചിട്ട് നമ്മളെ ഓഫീസ് ഇങ്ങോട്ട് കാണിച്ചു തന്നത്.
അപ്പോൾ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് 2 ഗ്യാരേജ് ഉണ്ട്. ഇതൊക്കെ ഇവിടെ അടിപൊളി. നമ്മുടെ നാട്ടിലൊക്കെ വലിയ പ്രൗഡ് മൊമെൻ്റ് കൊടുക്കണ, എന്താ പറയുക, വലിയ സംഭവമായി കാണുന്ന വണ്ടികളൊക്കെ ഇവിടെ ഇങ്ങനെ പൊടി പിടിച്ച് കിടക്കുകയാണ്. ഇത് വോൾസ്വാഗൻ്റെ GT അതേപോലെ ഇവിടെ ഒരു BM എടുക്കുന്നുണ്ടല്ലേ, ഫുള്ള് പൊടി പിടിച്ചിടിക്കുന്നു. ഇതൊക്കെ ഏത് കാര്യം എടുക്കാൻ തുടങ്ങിയാണെന്നറിയില്ല. നല്ല കാറ്റടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മൈക്കേൽ കാറ്റ് കുടുങ്ങുന്നുണ്ടാണെന്നറിയില്ല. അതേപോലെ ഇവിടെ ഒരു വിൻറ്റേജ് വണ്ടി എടുക്കണം കേട്ടോ. ഇത് മൂടിക്കെടുക്കുകയാണ്. സാധനം നമ്മളെ പഴയ ഒരു അംബാസഡർ ഉണ്ടാവുമല്ലോ, ഇതിൻ്റെ പേര് അംബാസഡർ അല്ല, വേറൊരു സാധനമാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് നമ്മളെ ഗ്യാരേജിലുള്ള ആൾക്കാർ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചോദിക്കാം. ഒന്ന് ഗ്യാരേജ് അടവാണ്. അതേപോലെ ഇവിടെ ലംബോർഗിനി എടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ചായക്കട കഫ്തീരിയ വണ്ടി, അതും ഒക്കെ കുറേ വിൻറ്റേജ് വണ്ടികളുണ്ട് ഇവിടെ. സംഭവം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ നമ്മളെ റൂമിൻ്റെ ചുറ്റുവശത്തുള്ള കാഴ്ചകളൊക്കെ. ഞായറാഴ്ചയിന് നല്ല വെയിലുമുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല ഉറക്കലാണ്. ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനെ ഉറങ്ങി നിൽക്കുകയാണ്. അതേപോലെ ഇവിടെ ഒരു സൈക്കിളുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ഒരു സൈക്കിൾ എടുക്കണം. സൈക്കിൾ എടുക്കാത്തത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ലൈസൻസ് ഒക്കെ എടുത്തിട്ട് ഇവിടുന്ന് മാറും. അപ്പോൾ പിന്നെ സൈക്കിൾ എടുത്തിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ സൈക്കിൾ എടുക്കാത്തത്. പിന്നെ വേറൊരു സാധനം കാണിച്ചു തരാം. ഇതാണ് നമ്മളിവിടെ ഉള്ള അരിപ്രാവ്. ഈ പ്രാവിൻ്റെ പേരെന്തെന്നറിയില്ല. ഒരു പ്രാവിനെ അന്തപ്പെടുന്നൊരു പക്ഷിയാണ്. ഇതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്നത്. ഇതിൻ്റെ പല വീഡിയോസിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഐറ്റത്തിനെ. അപ്പോൾ അതിൻ്റെ കുട്ടികളാണെന്ന് തോന്നുന്നുണ്ട്. ഇവിടുന്നോ വിരിഞ്ഞിറങ്ങിയതാണ്. അപ്പോൾ കാണാൻ ഭയങ്കര രസമാണ്. പ്രാവല്ല, എന്നാൽ പ്രാവാണ്, അങ്ങനത്തെ ഒരു ഐറ്റം. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ ഇടാം. ഇത് രണ്ടും ചെറിയ കുട്ടികളാണ്. അതുപോലെ തൊട്ടപ്പുറത്ത് അവിടെ മുകളിൽ പാകിസ്ഥാനികൾ പ്രാവിനെയൊക്കെ വളർത്തുന്നുണ്ട്. അവിടെ കളർ പെയിൻ്റൊക്കെ അടിച്ചിട്ട് മറ്റേ പറവ സെറ്റപ്പ്. ഇപ്പോൾ പറവ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ പറവ മൂവി ഉണ്ടല്ലോ, അതിലുണ്ടാവുമല്ലോ നമ്മളെ പ്രാവിനെ ആകാശത്തേക്ക് പറത്തി വിട്ടിട്ട് ഏത് പ്രാവാണ് ഏറ്റവും കൂടുതൽ ആകാശ ടൈം ചിലവഴിക്കുന്നത് ആ പ്രാവിൻ്റെ മുതലാളിക്ക് നിശ്ചിത പ്രൈസ് കിട്ടും. അപ്പോൾ അങ്ങനെ അവിടെ മത്സരമൊക്കെ നടത്തലുണ്ട്. അവിടെ ട്രോഫിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഓരോ എടുക്കുമ്പോൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറേ പ്രാവുകളുണ്ട്, ഇഷ്ടംപോലെ പ്രാവുകളുണ്ട്. ഒരു ദിവസം നമുക്ക് അവിടെ പോയിട്ടും ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും എനിക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്കിന് അടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് കയറിയിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ തന്നെ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ദിസ് ഇസ് ജാസിർ. ബൈ.